മോളെ, എല്ലാം കൂടെ 200 രൂപ. 200 ഒന്നും തരാൻ പറ്റില്ല. ഞാനൊരു 50 രൂപ തരാം. 200 രൂപയുടെ പച്ചക്കറി ഞാൻ 50 രൂപയ്ക്ക് വാങ്ങി. ഇനി നോക്കിക്കോ, ഞാൻ ഈ 50 രൂപ പോലും കൊടുക്കില്ല. അതെങ്ങനെ? നീ നോക്കിക്കോ ഞാൻ എന്താ ചെയ്യാൻ പോകുന്നേന്ന്. മോളെ, പണം തരണേ. മോളെ, പണം തന്നിട്ട് പോവൂ. മോളെ, ഇന്നലെ എടുത്ത പച്ചക്കറിയുടെ പണം തരാതെയാ പോയത്. ഞാൻ എന്താ കള്ളിയാണെന്നാണോ നിങ്ങൾ പറയുന്നത്? ബസ് സ്റ്റാർട്ടായി പോയത് കൊണ്ടല്ലേ? ഒരു കാര്യം ചെയ്യ്, എനിക്ക് 1 കിലോ തക്കാളി കൂടെ താ. രണ്ടിന്റെയും കൂടെ പൈസ ഒരുമിച്ച് തരാം. അയ്യോ മോളെ, പണം തന്നിട്ട് പോ മോളെ. പണം. എക്സ്ക്യൂസ് മീ മാം, എന്റെ സാലറി ഇതുവരെ കിട്ടിയില്ലായിരുന്നു. സാലറി നാളത്തേക്ക് ക്രെഡിറ്റ് ആവും. സർ, ഞാൻ കുറെ ദിവസമായി ചോദിക്കാണ്, എനിക്ക് സാലറി എപ്പോഴാ കിട്ടുക? എനിക്ക് കുറെ ആവശ്യങ്ങളുണ്ട്. ഓ, നിനക്ക് സാലറി വേണമാണല്ലേ? ആ പച്ചക്കറി വിൽക്കുന്ന സ്ത്രീ നിന്നോട് പണം ചോദിച്ചപ്പോൾ നീ എന്താ പറഞ്ഞത്? തരാന്നല്ലേ? ഇപ്പൊ നിനക്ക് ആ സെയിം അവസ്ഥ വന്നപ്പോ മനസ്സിലായോ അതിന്റെ വിഷമം? 100 രൂപ സമ്പാദിക്കാൻ അവർ എത്ര കഷ്ടപ്പെടുന്നു എന്ന് നിനക്കറിയാമോ? സോറി സർ, എന്നോട് ക്ഷമിക്കണം. എനിക്ക് എന്റെ തെറ്റ് മനസ്സിലായി. എന്നോട് നീ സോറി പറയേണ്ട ആവശ്യമില്ല. നിന്നെപ്പോലൊരു എംപ്ലോയിയെ ഈ കമ്പനിക്ക് ഇനി വേണ്ട. ചെയ്തത് തെറ്റായി എന്ന് തോന്നുകയാണെങ്കിൽ ആ സ്ത്രീയോട് പോയി മാപ്പ് പറയൂ. ചേച്ചി, എന്നോട് ക്ഷമിക്കണം. ഞാൻ നിങ്ങളോട് വളരെ മോശമായി പെരുമാറി. എനിക്ക് വലിയ തെറ്റുപറ്റി. നിനക്ക് നിന്റെ തെറ്റ് മനസ്സിലായല്ലോ, അത് മതി മോളെ.